നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ അതിവേഗം നീങ്ങുകയാണെന്ന അതീവ നിർണായക സൂചനകൾക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭയിൽ പുതിയ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെയുള്ള സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാനിരിക്കെ ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരളം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ നേരിട്ടുള്ള അറസ്റ്റിനോ ഉള്ള നിയമപരമായ സാധ്യതകളാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ സജീവമായി പരിശോധിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഈ അർദ്ധരാത്രി ഓപ്പറേഷന് പിന്നിൽ ഇഡി കൃത്യമായി ചില സമയക്കൂട്ടലുകൾ കണക്കുകൂട്ടിയിരുന്നു. അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതിനു തൊട്ടു പിന്നാലെ കോടതി അവധിയാണെന്ന പെർഫെക്റ്റ് ടൈം നോക്കിയാണ് ഇഡി മിന്നൽ റെയ്ഡിന് ഇറങ്ങിയത്. പ്രതിഭാഗത്തിന് പെട്ടെന്ന് മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന് ഇഡി ഉറപ്പിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയുടെ നേതൃത്വത്തിൽ കേരളത്തിലും ബംഗളൂരുവിലുമായി 10 ഒരേ സമയം റെയ്ഡ് നടന്നത്. അന്വേഷണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇടന്നിരുന്ന 18.36 കോടിയോളം രൂപ ഇഡി ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു. 242 ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര ഏജൻസി ഒരൊറ്റ നീക്കത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ടി വീണയുടെ 1.5 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉൾപ്പെടുന്നുണ്ട്. ഈ അക്കൗണ്ടുകളിലൂടെയുള്ള കോടികളെ പണമിടപാടുകളുടെ ഉറവിടം വ്യക്തമായാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഇതിനിടയിൽ തിരുവനന്തപുരത്ത് പരിശോധന കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങൾക്കും നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ അക്രമം കേസിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെ കമ്പികളും കല്ലുകളുമായി ഇഡി വാഹനങ്ങൾ ആക്രമിച്ച സംഭവത്തിൽ ഒരു ഡ്രൈവർക്കാണ് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും കേരള പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ട് ഇഡി സംഘം എത്തുമ്പോൾ ടോക്കിന്റെ കൂടുതൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. അറസ്റ്റ് തടയുന്നതിനായി ടി വീണ വരും ദിവസങ്ങളിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനാണ് ഇഡിയുടെ നീക്കം. CMRL കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയും ഇഡി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖരെയും വെട്ടിലാക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിലേക്ക് അറസ്റ്റ് എത്തിയാൽ CPM അതിനെ രാഷ്ട്രം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് പുറമെ കേരളത്തിലെ മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണത്തിന്റെ പരിധി വ്യാപിപ്പിക്കുവാനാണ് ഇഡി ഇപ്പോൾ നീക്കം നടത്തുന്നത്. CMRL കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയ ജനപ്രതിനിധികളുടെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഡിജിറ്റൽ ഡയറി ഇഡി കൊച്ചി യൂണിറ്റിന് പൂർണ്ണമായി അപഗ്രഥിച്ചു കഴിഞ്ഞു. ഇതിലൂടെ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ ഒഴുക്ക് എങ്ങോട്ടേക്കായിരുന്നുവെന്ന് കേന്ദ്ര ഏജൻസിക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖർക്കും ഇഡിയുടെ നോട്ടീസ് ലഭിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും ഡിവിഡന്റ് നൽകാതെ 30.63 കോടി രൂപ കൈപ്പറ്റിയതും ശശിധരൻ കർത്തായുടെ കുടുംബത്തിന്റെ കീഴിലുള്ള ഗതാഗത കമ്പനികൾക്ക് മാത്രം 91 കോടിയോളം രൂപ നൽകിയതുമായ രേഖകളാണ് കേസിൽ മറ്റു ഉപകമ്പനികളിലേക്കും അന്വേഷണം നീളാൻ കാരണം. ഈ അനധികൃത പണമിടപാടുകളുടെ മറവിലാണ് എക്സാലോജിക് കമ്പനിക്കും പണം കൈമാറിയതെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. തിരുവനന്തപുരത്തുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ പ്രത്യേക വിന്യാസത്തിനായുള്ള അടിയന്തര രൂപരേഖ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ടി വീണയെ നേരിട്ട് ചോദ്യം ചെയ്യാനായി ഇഡി സംഘം എത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക കമാൻഡോ സംഘത്തെയായിരിക്കും നിയോഗിക്കുക. ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി കോടതിയെയും ഔദ്യോഗികമായി അറിയിക്കും. ജാമ്യാപേക്ഷമായ പ്രതിഭാഗം കോടതിയെ സമീപിച്ചാൽ ഈ സുരക്ഷാ ഭീഷണിയും അക്രമ സംഭവങ്ങളും ഇഡി ശക്തമായ ആയുധമാക്കും. ഉപകമ്പനികളിൽ നിന്ന് വായ്പയായി വാങ്ങിയ തുകയുടെ യഥാർത്ഥ ഉറവിടം വ്യക്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാനാണ് ഇഡിയുടെ നീക്കം. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പ്രമുഖ നേതാക്കളുടെ പേരുകൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതോടെ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതിനു പിന്നാലെ അതീവ രഹസ്യമായിട്ടാണ് ഇഡി പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡിനായി എത്തിയത്.
സംസ്ഥാന പോലീസിനെ വിവരമറിയിക്കാതെ CRPFന്റെ സുരക്ഷയിലാണ് സംഘം രാവിലെ 6:30 ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് എത്തിയത്. ആരുടെ വീട്ടിലാണ് പരിശോധന എന്ന് CRPF ജവാന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല. പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള CRPF ജവാന്മാർ വീടിനുള്ളിൽ കടന്നപ്പോഴാണ് പിണറായി വിജയനെ കാണുന്നതും മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡെന്നും അറിയുന്നതും. ED സംഘത്തിന് വേണ്ടിയാണ് വാഹനം വാടകയ്ക്കെടുക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞെങ്കിൽ പോകില്ലായിരുന്നുവെന്നും തകർന്ന ആ കാറിന്റെ ഡ്രൈവർ പറയുന്നുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡ് നീണ്ടപ്പോൾ പുറത്ത് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് തടിച്ചുകൂടിയത്. മുൻമന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അടിയന്തരമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിനു ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥലത്തേക്കെത്തി. പല മേഖലകളിൽ നിന്ന് കൂട്ടത്തോടെ പ്രവർത്തകർ എത്തിയതോടെ വീട്ടിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമവുമുണ്ടായി. ഇതിനിടയിൽ പുറത്ത് കാവൽ നിന്ന പോലീസുകാരന്റെ ഹെൽമറ്റ് വലിച്ചെടുത്ത് പ്രവർത്തകർ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെ എറിഞ്ഞു. തുടർന്ന് കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞു. സംഘർഷം കൈവിട്ടു പോകുമെന്ന് തോന്നിയ നേതാക്കൾ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് മാറിയ പ്രവർത്തകർ റോഡിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. റെയ്ഡ് അവസാനിപ്പിച്ച് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും മുൻപ് തന്നെ പോലീസ് വീടിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ED ഉദ്യോഗസ്ഥർ ഈ കാറിൽ കയറിയത് കണ്ടതോടെ കൂകിവിളികളുമായി കൂടുതൽ പ്രവർത്തകരാണ് തടിച്ചുകൂടിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വീടിന് പുറത്തുണ്ടായിരുന്നു. ആദ്യം വാഹനം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകർ കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു. ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് പോയി ആൾക്കൂട്ടത്തിൽ കുടുങ്ങിയതോടെ 2 വശത്തെ ചില്ലുകളും കണ്ണാടികളും CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. വലിയ ഇഷ്ടികകൾ എറിഞ്ഞാണ് ചില്ലുകൾ തകർത്തത്. കാറിലുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇടപെടാതെ പിണറായിയുടെ വീട്ടിലേക്ക് കയറിപ്പോവുകയായിരുന്നു. പുറത്ത് അക്രമം നടക്കുമ്പോൾ പിണറായി വിജയൻ വീടിന് പുറത്തിറങ്ങി അവിടേക്കെത്തിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ED സംഘം തകർന്ന വാഹനത്തിൽ തന്നെ നേരെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തി. 2 കാറുകളുടെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർത്തിരുന്നു. കാറിലുണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ വല്ലാതെ പരിഭ്രാന്തരായാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കയറിയത്. തുടർന്ന് പരിക്കേറ്റ ഡ്രൈവറെ പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്രയും CPM നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആക്രമണം നടക്കുമെന്ന് കരുതിയില്ല എന്നാണ് CRPF ഉദ്യോഗസ്ഥർ പറഞ്ഞത്. EDയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും അധിക സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡി ചന്ദ്രശേഖർ പറഞ്ഞു. റെയ്ഡ് വിവരം രാവിലെ അറിഞ്ഞപ്പോൾ പോലീസിനെ അയച്ചു. ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇടുങ്ങിയ വഴിയിൽ വെച്ച് പോലീസിനെ മറികടന്ന ആൾക്കൂട്ടം EDയുടെ കാർ ആക്രമിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും റാവഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെയാണ് ആഭ്യന്തരമന്ത്രിയും പോലീസും പിണറായിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തത്. റെയ്ഡ് വിവരം അറിയിച്ചില്ലെന്ന പേരിൽ കേരള സർക്കാർ മാറി നിന്നു. മുഖ്യമന്ത്രി VD സതീശനും വിഷയത്തിൽ ഇടപെട്ടില്ല. സംഭവം രാവിലെ തന്നെ മന്ത്രി രമേശ് ചെന്നിത്തലയെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചുവെങ്കിലും ഇതേ കേസിൽ ആരോപണ വിധേയനായ ചെന്നിത്തല മിതവാദം പുറത്തെടുക്കുകയായിരുന്നു. മന്ത്രിക്ക് കേസിൽ താൽപര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്ത്രപരമായി മാറി നിന്നുവെന്നും പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എത്തിയത് ADGP വെങ്കടേഷ് എത്തിയതിനു ശേഷമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് താൽപര്യമില്ലെന്ന് കണ്ടാൽ അവർ വിട്ടുകളിക്കും. കഴിഞ്ഞ 10 കൊല്ലം സേനയെ നയിച്ച പിണറായി വിജയനെ പിണക്കുവാൻ അവരും തയ്യാറായില്ല.